ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നത്തെയും പോലെ ഞാൻ ഇപ്രാവശ്യവും ഇൻട്രോ എടുക്കാൻ മറന്നിരിക്കുന്നു. ഇവിടെ നിന്ന് റെഡിയായി ഇറങ്ങി അങ്ങ് എത്തിയിട്ട് പോലും ഞാൻ ഇൻട്രോ എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുത്തിട്ടുമില്ല. ഞാൻ പറയാൻ പോകുന്ന സംഭവം, അതായത് ഞങ്ങൾ ഇന്നലെയല്ല മെനിഞ്ഞാന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് വെച്ചിട്ട് നേവിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് പോയിട്ടുണ്ടായിരുന്നു. റീൽസിലും ഷോർട്സിലൊക്കെ നിങ്ങൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും പരിപാടി എന്തായിരുന്നെന്നും എങ്ങനെയായിരുന്നു എന്നുള്ളതും. അതിന് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് റെഡിയായി ഇറങ്ങുന്ന ടൈമിൽ പോലും ഞാനതിന് ഇൻട്രോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പരാജയം. ഒരു വീഡിയോയ്ക്കും ഇൻട്രോ എടുക്കാറില്ല, അന്നും എടുത്തില്ല. ഇനിയുള്ള വീഡിയോസിനെങ്കിലും ഇൻട്രോ എടുക്കുമെന്ന് വെച്ചാൽ അതും അറിയാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് 11 മണിക്ക് ഇറങ്ങണമെന്നൊക്കെയാണ് തലേദിവസം പ്ലാൻ ചെയ്തത്. പക്ഷെ പ്ലാനിങ് ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പം 2 മണിയായി. ഞങ്ങളങ്ങ് എത്തിയപ്പം 3:30. 4:30ക്കാണ് പ്രോഗ്രാം തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3:30ക്ക് ഞങ്ങൾ വേളിയിലെത്തി വണ്ടി നമ്മൾ വേളിയിലോട്ട് ഇങ്ങനെ എൻ്റർ ചെയ്യുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അതായത് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ 2 റോഡ് വരും, എന്നിട്ട് അങ്ങ് ഫ്രണ്ടിലോട്ട് റോഡ് വരും. അതിൻ്റെ ഒരു സൈഡിലെ റോഡിൽ മാത്രമേ വണ്ടി വയ്ക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ. ആ റോഡിലേക്ക് വണ്ടി കയറ്റി വിടത്തില്ലായിരുന്നു. വണ്ടിക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും വണ്ടികളൊക്കെ ചെക്ക് ചെയ്ത് കയറ്റി വിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കണം അവർ വണ്ടിക്ക് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ വേലിയിൽ നിന്ന് വെട്ടുകാട് പള്ളി വരെ മെയിൻ റോഡ് വഴി നടന്നു. മെയിൻ റോഡ് വഴി, അതായത് നമ്മുടെ മെയിൻ റോഡ് വഴി നടന്നു. എത്ര ദൂരമുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. കണ്ണനെയും കൊണ്ട് ഞാനും ഇക്കച്ചി മാത്രമല്ല, ഈ വന്ന മനുഷ്യർ മൊത്തം, ബൈക്കിലായാലും കാറിലായാലും വന്ന മനുഷ്യർ മുഴുവൻ നടക്കേണ്ടി വന്നു. നടന്ന് ഞങ്ങൾ വെട്ടുകാട് പള്ളിയുടെ അവിടെ ചെന്നതിന് ശേഷം ഈ വീടുകളുടെ ഇടയിൽ കൂടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടറോഡുകളുണ്ട്. ആ ഇടറോഡ് വഴി ബീച്ചിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ശംഖുമുഖം ബീച്ചിലേക്ക് വീണ്ടും നടന്നു. അതായത് ഒരു 1.5-2 കിലോമീറ്റർ ഈ റോഡ് വഴി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടന്നു. ആളെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞി ലക്ഷക്കണക്കിന് മനുഷ്യരായിരുന്നു ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആൾ. ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ 10,000 ആൾക്കാർ അവിടെ ഉണ്ട്. രാവിലെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ വേളിയിൽ നിന്ന് നടന്ന് വെട്ടുകാട് പള്ളിയിൽ അങ്ങ് എത്തുന്നതിനൊക്കെ കുറേ മുന്നേ ആയിട്ട് ഈ സ്പെഷ്യൽ ഇതുണ്ടല്ലോ, KSRTC ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്ന, പുറത്തുനിന്നൊക്കെ ഉള്ള ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു 25 അല്ല, ഞാൻ കണ്ടതൊരു 50ഓളം KSRTC ബസ്സിൽ ഇതേപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുണ്ടായിരുന്നു. പിന്നെ പാതി വഴിയിൽ വണ്ടികളൊന്നും KSRTC ബസ്സൊന്നും ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റാതെ ട്രാഫിക്കായി അവിടെ നിന്നപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി നടന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു KSRTC ബസ്സിൽ കയറി 10 രൂപ വെച്ച് ഞങ്ങൾ രണ്ടാൾക്കും ടിക്കറ്റ് എടുത്ത്, ഞങ്ങളെപ്പോലെ ആ ബസ് നിറയുണ്ടായിരുന്ന ആൾക്കാർ 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു കൂടിപ്പോൾ ഒരു 50 മീറ്റർ ഫ്രണ്ടിലോട്ട് നീങ്ങി കാണുക വണ്ടി. അവിടെ നിന്നു. പിന്നെ ആ വണ്ടിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഇറങ്ങി. അങ്ങനെ നടന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങെത്തിയതിന് ശേഷമുള്ള വീഡിയോസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് ഞങ്ങൾ അങ്ങ് എത്തിയതിന് ശേഷം ബീച്ചിൽ കൂടെ ഒത്തിരി ദൂരം നടന്ന് 4:30 എന്ന് പറഞ്ഞ സംഭവം 4:45 ഏറെക്കുറെ തുടങ്ങിയപ്പോഴത്തേക്കും. പക്ഷേ ഞങ്ങൾ ഈ ശംഖുമുഖം എന്ന് പറയുന്ന പ്രോപ്പർ പ്ലേസിലല്ല നിന്നത്. ബീച്ചിൻ്റെ സൈഡിലാണെങ്കിലും കുറേ പുറകിലോട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് മറ്റേ സ്ക്രീൻ വെച്ചേക്കുന്നത് കാണാൻ പറ്റും എന്നുള്ളതല്ലാതെ, അങ്ങ് ദൂരെ ഈ പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നല്ലാതെ അടുത്ത് നിന്ന് കാണാൻ പറ്റത്തില്ല. പിന്നെ ഫോണുള്ളത് കൊണ്ട് ക്യാമറയിൽ സൂം ചെയ്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോയിലൂടെ വരെ സാധനങ്ങൾ കണ്ട സമയങ്ങളുണ്ട്. എന്നിട്ട് ഞങ്ങൾ രണ്ടാൾ ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കാണ്ടാണ് കേട്ടോ പോയത്. കണ്ണന് മാത്രമേ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നതിന് ശേഷം വിശന്ന് കീലിഞ്ഞ് മൂതുക്ക് വെയിലും കൊണ്ട് വെള്ളവും കിട്ടിയില്ല. കണ്ണന് കൊണ്ടായ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 3 ആളും കൂടെ പിടിച്ച് നിന്ന് എങ്ങനെയൊക്കെയോ 6:30 ആയപ്പോഴത്തേക്കും പരിപാടി ഇനി വയ്യ എന്നും പറഞ്ഞ് വെച്ച് കെട്ടി തിരിച്ച് ഇതേപോലെ വീണ്ടും നടക്കണം 3-4 കിലോമീറ്റർ തിരിച്ച് നടന്ന് എൻ്റെ പൊന്നെ വിശന്നോട്ടം തിരിഞ്ഞ് എന്തിനു പോയി എന്ന് അവസാനം ചിന്തിക്കേണ്ടി വന്നു. പിന്നെ ഉണ്ടായൊരു ഉപയോഗം, ഇതുവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയും കേട്ടിട്ടും കൂടിയില്ല ഇങ്ങനൊരു പരിപാടി നടക്കുന്നതായിട്ട്. ഇക്കച്ചി പറഞ്ഞു കേട്ടു ഇതിന് മുന്നേയൊക്കെ ഇതുപോലുള്ള പരിപാടികൾ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത്.
അവർ വള്ളക്കടവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വീടിൻ്റെ മുകളിലൊക്കെ കയറിന്ന് കണ്ടിട്ടുണ്ടെന്നൊക്കെ കിച്ച് ഇങ്ങനെ കഥ പറഞ്ഞു. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സംഭവം തിരുവനന്തപുരത്ത് നടക്കുന്നു എന്ന് തന്നെ കേൾക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മളെ പോലുള്ള ടീംസിന് കാണാൻ പറ്റുന്ന പരിപാടിയല്ല. ഒരു ഹെലികോപ്റ്ററോ പ്ലെയിനൊക്കെ ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ ഇങ്ങനെ പോണത് കാണാമെന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം കണ്ണന് ഇതിനോടൊക്കെ ഒത്തിരി ക്രൈസ് ഉള്ളതുകൊണ്ട് പാവല്ലേ വിചാരിച്ചിട്ട് പോയതാണ്. വെയിലൊക്കെ കൊണ്ടപ്പോൾ വിചാരിച്ച് വേണ്ടിയിരുന്നില്ല എന്ന്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലൈഫ് ഇനി കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റിയതിൽ ഞാൻ അത്രത്തോളം സന്തോഷിക്കുന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കുറേ സംഭവങ്ങളൊക്കെ മിസ്സായിപ്പോയി. കാരണം ഞങ്ങൾ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ബാക്കി ലൈറ്റും ഷോയും ബാക്കി കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വണ്ടി വെച്ച് വരുന്ന സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ഹെലികോപ്റ്ററിലും പ്ലെയിനിലും ഒക്കെ ഇങ്ങനെ ജെറ്റിലും ഒക്കെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് മിസ്സായി. അതും കൂടെ കാണാൻ നിന്നെങ്കിൽ പാതിരാത്രി 1 മണിയായാലും വീട്ടിൽ എത്താൻ പറ്റത്തില്ലായിരുന്നു. ഫുഡും കഴിക്കാതെ തളർന്നു പോയേനെ. അപ്പം ഞങ്ങളവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതുവരെയും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് കൂടി അറിഞ്ഞിട്ടില്ലാത്ത ഒത്തിരി മനുഷ്യരുണ്ടാവും. ചിലപ്പോൾ ഇതിന് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, വയ്യായിക കൊണ്ട് പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഒരു ഉപകാരമാവട്ടെ. അപ്പം ഞാനതിനെ കുറച്ച് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം, കണ്ടു നോക്ക്. ആദ്യം വന്ന ഷിപ്പ് ഇതാണ് കേട്ടോ. ഞങ്ങൾ നടന്നു തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒത്തിരി ദൂരം, കിലോമീറ്റർ കണക്കിന് ദൂരെ ഒരു ചെറിയ പൊട്ട് പോലെ കാണാൻ പറ്റത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നടന്ന് ഫ്രണ്ടിലോട്ട് വന്ന് ഞാനൊരു സ്ഥലത്ത് തളർന്നിരുന്നപ്പോഴത്തേക്കും ഇത് ഫ്രണ്ടിലോട്ട് വന്നു. അതായത് സമയം ആവുന്നതിനനുസരിച്ച് അവർ ഫ്രണ്ടിലോട്ട് വരണമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൂം ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും യുദ്ധത്തിന് പോകുന്ന ഷിപ്പാണെന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഇക്കച്ചാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് പറയും, പക്ഷേ എനിക്കറിയാൻ പാടില്ല. ഇത് ഷിപ്പ് എന്ന് മാത്രം പറയാനേ എനിക്കറിയാവുള്ളൂ. ഇതിൽ നിന്നും ഒത്തിരി ദൂരത്തിലാണ് ഞങ്ങൾ ആദ്യമേ കണ്ടത് ഈ സാധനം. ഒത്തിരി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ, എന്തോരം ജനമായിരുന്നു. എൻ്റെ കണ്ണൻ ലാസ്റ്റ് തളർന്നതുകൊണ്ട് ഡാഡ അവൻ്റെ തോളത്തെടുത്ത് വെച്ച് സ്ഥിരം പരിപാടിയിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ണൻ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് നല്ല വിരലിയും വെപ്രാളവും കാണിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ വെള്ളത്തിൽ കളിക്കാനുള്ള ആക്രാന്തവും അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഒന്നല്ല, ഇത് ഞങ്ങൾ നടന്നു തുടങ്ങിയപ്പോഴത്തേക്കുള്ള ആൾക്കാരാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു സ്ഥലത്തിരുന്നു. ഇനി നടക്കാൻ വയ്യ, ഇനി ഫ്രണ്ടിലോട്ട് പോയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ച പൊന്നി എന്തോരം ജനമായിരുന്നു തിരിച്ചു വന്നുകൊണ്ടിരുന്നേ നമ്മളെ സൈഡിൽ കൂടെ. അവസാനം 6 മണിയായിട്ടും ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് 6:30-ക്ക് ഇറങ്ങി തിരിച്ച് പോണ സമയത്ത് പോലും ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ അപ്പോഴും വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആൾക്കാർ വന്നിട്ട്. എന്തോരം ജനമായിരുന്നു. ഈ സംഭവം, ഈ ഷിപ്പ്, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ കാണാനൊക്കെ എന്തോരം സൈസാണ് ഇതിന്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി. എന്നെപ്പോലെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. ഞാനൊന്നും ഇതൊന്നും കേട്ടിട്ടുമില്ല, ഇങ്ങനൊരു സംഭവം തിരുവനന്തപുരത്ത് നടക്കാറുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിന് ഇതിന് മുന്നേ നടന്നിട്ടുണ്ടെന്നോ ഇങ്ങനൊരു ഷിപ്പ് ഉണ്ടെന്നോ പോലും അറിയാത്ത എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. എൻ്റെ കണ്ണം തളർന്ന് വെയിൽ കൊണ്ട് മൊരിഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയ്യാണ്ടായി. 2 ഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ, അതായത് അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് 2 ഷിപ്പ് ഉണ്ടായിരുന്നു. ടോട്ടൽ 7 8 എന്തോ കൊണ്ടുണ്ടായിരുന്നു. അങ്ങ് ദൂരെ നിന്നാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഫുള്ള് വീഡിയോ കൃത്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾ തളർന്നിട്ടുണ്ടായിരുന്നു നടന്ന്. അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ ക്ലിയർ ആയിട്ടോ അല്ലെങ്കിൽ വൃത്തിയായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഡാഡായും മോനും ഇതേപോലെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. കുറേ നേരം അവർ 2 പേരും വെള്ളത്തിൽ കളിച്ചിട്ടൊക്കെയാണ് വന്നത്.
ഒത്തിരി ദൂരത്തു നിന്ന് വരുന്ന 2 ഷിപ്പാണ് കേട്ടോ. അത് നേരത്തെ പോയ പോലത്തെ 2 ഷിപ്പാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. ആദ്യം പോയ ഷിപ്പും കാര്യങ്ങളൊക്കെ അവിടെ പോയി നിൽക്കുകയാണ്. പിന്നെ വേറൊരെണ്ണം നമ്മുടെ മറ്റേ ഹെലികോപ്റ്ററൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ പേര് അറിഞ്ഞൂടാ. അങ്ങനെ വെള്ളത്തിൽ ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഷിപ്പും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഒരു നിഴൽ പോലെ അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണേ. പിന്നെ അതും മറ്റേ നമ്മുടെ ഗാർഡ്സ് പോകത്തില്ലേ, അവരാണ് ആ ഷിപ്പല്ല ബോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഒത്തിരി പരിപാടികൾ, ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ മിസ്സായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പിൻ്റെ കാഠിന്യം കാരണം ഞങ്ങൾക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി. ഉച്ചയ്ക്കൊന്നും കഴിക്കാണ്ട് 6:30 വരെ പിടിച്ചൊന്നും ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ തിരിച്ച് നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ഒരു ചെറിയ സ്ഥലത്ത് കുറേ വെള്ളവും സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളത് മുന്നേ കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരം ഞങ്ങൾ അവിടെ നിന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ വരത്തുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് കണ്ടില്ല. തിരിച്ച് ഞങ്ങൾ കയറിയതിന് ശേഷമാണ് ഇതേപോലെ ആൾക്കാർ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ഒത്തിരി ഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സൈഡിൽ നിന്ന് വരാൻ തന്നെ 7-8 കണ്ടുണ്ടായിരുന്നു ഇതുപോലത്തെ സെയിം ഷിപ്പ്. ആൾക്കാരിതേ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഷിപ്പും കാര്യങ്ങളൊക്കെ മെയിൻ സ്പോട്ടിലോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോഴും ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ പോലും ആൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സംഭവം ഈ ഷിപ്പ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അതിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽപ്പുണ്ട് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ആ പുറകിൽ വേറൊരു ഷിപ്പുണ്ടേ, അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ കണ്ടത് വേറൊരു ഷിപ്പാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, എന്തോ സൈസായതൊക്കെ എങ്ങനെയാണോ എന്തോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ. എന്നിട്ട് ഞാൻ ചേർത്ത് ഡൗട്ട് പോലെ ചോദിച്ചായിരുന്നു, ഇതിൽ കൂടുതൽ സ്പീഡിന് പൊക്കൂടെ, എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് എത്തത്തില്ലേ, എന്തിനിങ്ങനെ ഇട്ട് എഴുതുന്നതെന്ന് വെച്ചപ്പോഴേക്ക് പറഞ്ഞു ഇവർക്ക് സ്പീഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാത്ത പക്ഷം അവർക്ക് ഇത്ര സ്പീഡേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിയമവും റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മണ്ടത്തരം പറയാതെ മിണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ചുമ്മാ എന്തിനു ഞാൻ വായിട്ടലച്ച് മണ്ടത്തരം വിളിച്ചു പോകുന്നു. അറിവുള്ളവർ പറയട്ടെ, നമ്മളത് അനുസരിക്കണം. നല്ല സീനായിരുന്നു അല്ലേ. സണ്ണിൻ്റെ താഴെ ഈ ബോട്ട് പോകണമെന്നും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതേ അടുത്ത ബോട്ട്, ഇങ്ങനെ ലോട്ട്സ് ഓഫ് ബോട്ടുകൾ. ഈ ബോട്ടുകളെല്ലാം അങ്ങ് എത്തണം, എത്തിയാലേ വല്ലതും നടക്കത്തുള്ളൂ. ആർമിക്കാർക്ക് അത് തന്നെ പണി, ബോംബിടല്. അസ്തമയ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ സൂര്യൻ്റെ വെട്ടത്തിനടിയിൽ കൂടെ ഇങ്ങനെ ബോട്ട് പോണത് കാണാൻ നല്ല സീനായിരുന്നു. കിച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴത്ത് വന്നിട്ട് ഒരു ബോട്ട്, നമ്മുടെ മറ്റേ പായ വെച്ചിട്ടുള്ള ബോട്ടുണ്ടല്ലോ, പായ്ക്കപ്പൽ അങ്ങനെയല്ലേ മലയാളത്തിൽ പറയാം, ആ സാധനമൊക്കെ ഈ സണ്ണിൻ്റെ താഴെ കറക്റ്റ് വന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വൈകുന്നേര സമയത്ത് ഈ സംഭവം കാണാൻ വേണ്ടിയിട്ട് വെയിൽ കൊണ്ട് കരിഞ്ഞു മൊരിഞ്ഞ് വന്നിരുന്നത് കൊണ്ടും വിശപ്പ് അൺസഹിക്കബിൾ ആയിരുന്നത് കൊണ്ടും പല കാര്യങ്ങളും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിലവിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ വരുന്നുണ്ട് 3 അതുവഴി.
ഫൈറ്റർ ജെറ്റ് അല്ലേ അത്? അല്ല, ഹെലീസ് ആണോ വണ്ടി? ഹെലീസ് അല്ല, ബാക്കിൽ നിന്ന് പ്ലെയിൻ അല്ല, പ്ലെയിൻ തന്നെയാ നോക്കുന്നത്. പ്ലെയിൻ 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 പോകുന്നുണ്ടോ? പ്ലെയിൻ മണിക്കൂറുകളോളം നടന്നാലേ എത്തുള്ളൂ എന്നേ ഉള്ളൂ. കാണിച്ചോളൂ അവന്, കണ്ണ് കാണിച്ചോളൂ. അവനെടുത്തോ, എടുത്ത് കാണിക്കും. നോക്ക് നോക്ക്. ഫ്ലെയർ, അതും ഫ്ലെയറാണ്. അതെന്തിൻ്റെ ഫ്ലെയർ എന്നറിയോ? അതെ, എന്തിൻ്റെ ഫ്ലെയർ എന്നറിയോ? മിസൈൽ വരുമ്പോൾ അറിയാതിരിക്കാൻ വേണ്ടി വന്നതാണ്. അത് വേറെ ടൈപ്പ് ഹെലികോപ്റ്റർ ആയിട്ട് ഇത് പോണത്. അതിൽ ഫാനുണ്ട്, അതിൻ്റെ 2 ഫാൻ അടിയാന്. ഇപ്പോൾ മറ്റേ സാധനം മറ്റേ അവതാർ സിനിമയിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, 2 സൈഡിൽ ഫാനുള്ള. ആ, അതിൻ്റെ സൈഡിൽ തന്നെ ഫാന്. അല്ല, അതിൻ്റെ സൈഡിലാണ്, 2 സൈഡിൽ. ഇടിയല്ലോ. മേലില്ല. പ്ലെയിൻ 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 കാണിച്ചോട്.
ഈ വന്ന സാധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ദേ ആ പൊക്കൊണ്ടിരിക്കണേ. അതങ്ങ് ദൂരം നിന്ന് വരുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ റെയിലൊക്കെ വെച്ചിട്ടുള്ള മറ്റേ അതിൻ്റെ പേരെനിക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പായൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ സാധനമേ കിച്ചി കാറ്റത്ത് ഇങ്ങനെ ആടി ഒളിഞ്ഞ് പോണ സംഭവം എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ പേര് കിട്ടിയില്ല. എനിക്ക് ആ ബോട്ടല്ല ഷിപ്പ് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ജാക്ക് സ്പാരോയെ ഓർമ്മ വന്നു. ഒരു നിമിഷം ഞാൻ പുള്ളിയെ സ്മരിച്ചു. കാരണം പുള്ളിയുടെ സിനിമയിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ സാധനം കാണുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനു മുന്നേ ഞാനിത് കണ്ടിട്ടില്ലേന്ന്. ഇല്ല, ഞാനത് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ സിനിമയിലാണ്. എന്തോ ഭംഗിയാണെന്നറിയോ ഈ സാധനം കാണാൻ വേണ്ടിയിട്ട്. കുറേ നൂല് അങ്ങോട്ടും കെട്ടി വെച്ചേക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവത്തുള്ളൂ. പക്ഷേ അടുത്ത് കാണുമ്പോഴത്തേക്കും എന്തോരം ഭംഗിയിലാണ് ഇവരിത് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു നൂല് പൊട്ടിയാൽ എന്താവും അവസ്ഥ എന്നൊക്കെ ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ പായയിൽ കാറ്റടിച്ചിട്ട് മാത്രമല്ല കേട്ടോ ഇത് പോണേ. അങ്ങ് ദൂരം വന്നപ്പോഴത്തേക്ക് ഇതിൽ ഈ പായൊന്നും നൂത്തിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻകേസ് മോട്ടറിന് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ഫ്യൂവൽ ഇല്ലാണ്ട് വരുമൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇവരിങ്ങനെ പായ വിരിച്ചിട്ട് പോണ പരിപാടിയായിരിക്കും. എനിക്കത് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. പക്ഷേ എന്തോ ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റത് മുങ്ങിത്താന്ന് പോയിട്ട് എന്തെങ്ങാണ്ട് ചെയ്യണ സാധനമാണ് ഇതൊക്കെ പറഞ്ഞിട്ട്. ഇതിനിടയിൽ നിങ്ങൾ കുട്ടിയായിട്ട് കണ്ടിട്ടുണ്ടാവും അവിടെ ഒരു ചെറിയൊരു കറുത്ത സാധനം. ഹെലികോപ്റ്ററോടെ താഴെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും ദൂരത്താണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ. ഹെലികോപ്റ്റർ ദേ പോണു. ഒത്തിരി ദൂരത്തായതുകൊണ്ട് അവിടെ ഫ്രണ്ടിൽ നടന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മിസ്സായി. അതേപോലെ ലാസ്റ്റ് നടന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മിസ്സായി. അപ്പം കിട്ടിയത് വെച്ച് നിങ്ങൾ തൃപ്തിപ്പെടുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഷിപ്പ്, സബ്മറീന്, എയർക്രാഫ്റ്റ് കാരിയർ എല്ലാം ഉണ്ടല്ലോ. ആ ഇതാണ് തോന്നുന്നു താന്നു പോയിട്ട് വരുന്ന സാധനം. അതിനെന്തോ പറയും, അതും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. കണ്ടു നിൽക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലെങ്കിലും ഒന്നിനെക്കുറിച്ച് അറിഞ്ഞൂടെങ്കിലും കണ്ടു നിൽക്കാം, അത്രേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷേ ഈ സംഭവം കൊള്ളായിരുന്നു. അത്യാവശ്യം എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരിക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ടുമായിരിക്കും, വലിയ പിടുത്തമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആദ്യമൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ നമ്മുടെ പായ്ക്കപ്പൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം ബോധിച്ചു. പുള്ളി എന്തോ ട്രിക്ക് കാണിക്കാൻ പോവാ. അതാ മേലോട്ട് പോയി. എയർപ്ലെയിൻ നോക്കൂ തന്നെ. F-15. കണ്ണ എയർപ്ലെയിൻ നോക്കി കണ്ണ.
വരുന്നു, റിട്ടേൺ വരുന്നു. ചുമ്മാ ചെയ്ത് വെച്ചേക്കണായിരിക്കും. എനിക്കിത് കണ്ടപ്പോൾ ജാക്ക് സ്പാരോ ഓർമ്മ. കപ്പൽ തന്നെ ഓജി കപ്പൽ, ഒറിജിനൽ കപ്പൽ. അവരിങ്ങോട്ട് വരുന്നത് ഫ്രണ്ടിലെ പോലെ 3 സ്പീഡ് ബോട്ട്, അവരിങ്ങോട്ട് വരും. ഇതൊന്നും അല്ല പാട്ട്, എയർഫോഴ്സിന്റെ ഷോ കാണാൻ പാടില്ല. ഇങ്ങനെ കണ്ടാ മതി, ഇതൊരു പറന്നു പോകും, പൊത്തുമില്ല. അപ്പോൾ അവരും എല്ലാവരും തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നണ്ട. ഫ്രണ്ടേ പോയ 3 ഒരാളല്ലേ, 2 ഉള്ളൂ. ഒരാൾ അങ്ങോട്ട് പോയി, 2 ഉള്ളൂ. ബോട്ട്. എന്താണെന്നറിയാവത്തു, സൺഫ്ലയർ. ഇതിങ്ങനെ കത്തി കിടക്കും ഒത്തിരി നേരം, മനസ്സിലായ? ഇവർക്ക് തിരക്കി പോകാൻ എളുപ്പം. അവിടെ എത്തിപ്പെടുമ്പോൾ ഇത് കത്തിച്ചു, ഒത്തിരി നേരം കത്തി കിടക്കണുണ്ടേ.
നല്ല ലോ ആയിട്ടായിരുന്നു അത്. സ്ലോ ചെയ്യാം അവിടെ. ഫൈറ്റർ ജെറ്റ്സ്. ഇല്ല, വെള്ളത്തിൽ കൊണ്ടുപോകത്തില്ല. ഇയാളത് നോക്കി അതാണ് ഫ്ലെയർ. ആ വിട്ടില്ലേ, ആ സംഭവത്തിൻ്റെ പേരാണ് ഫ്ലെയർ. കണ്ടുമുട്ടാൻ പോകുന്നു. എലീസ ഉണ്ടോ? അത് നോക്കിയാ പിന്നെ ഇത് നോക്ക്, ഡയറക്റ്റ് ഫോണിൽ നോക്ക്. ഫൈറ്റേഴ്സ് അല്ലേ അത്? അല്ല, ഹെലീസാണ്. ഹെലീസ്
അല്ല, ബാക്കിൽ നിന്ന് പ്ലെയിനും അല്ല, പ്ലെയിൻ തന്നെയാ. നോക്ക് നോക്ക്, പ്ലെയിൻ പ്ലെയിൻ കണ്ടോ? പ്ലെയിൻസ് വന്നുണ്ടോ? കണ്ടോ കുഞ്ഞി? 4 പ്ലെയിൻസ്. കണ്ട, ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ പോലും ആൾക്കാർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. ഒരവസാനം ഇല്ലാത്ത പോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പരിപാടി ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ കാലമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ മതിയാക്കി തിരിച്ചു പോന്നു. കാരണം വിശപ്പിൻ്റെ വിളി കൂടുതലായിരുന്നു. കുറേ കൂടെ നേരം നിന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ, കുറച്ചുകൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ വീഡിയോസ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ നിന്ന സമയത്തുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മെയിൻ റോഡിൽ കയറിയതിന് ശേഷമാണ് അവിടെ ലൈറ്റിൻ്റെ മറ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അപ്പോഴാണ് ഇരുട്ട് വന്ന് തുടങ്ങിയത്. ഇരുട്ട് വന്നിട്ടല്ലേ ലൈറ്റിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും ദൂരം വരാനുള്ളത് കൊണ്ടും വിശപ്പും ക്ഷീണവും തലവേദനയൊക്കെ ആയിപ്പോയതുകൊണ്ടും വെയിൽ കൊണ്ട് ഇത്രയും ദൂരം നടന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. കണ്ടാൽ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. അപ്പോൾ കണ്ട ആൾക്കാരുടെ വീഡിയോസ് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഞാൻ ഇന്നലെ വൈകിട്ട് ഇൻസ്റ്റയിൽ നോക്കിയപ്പോഴത്തേക്കും സന്ധ്യ കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ, ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നുണ്ടാവും. അതുപോലത്തെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോസും ഉണ്ടാവും. ഷോർട്സും റീലും ഒക്കെ നിങ്ങൾ അതുപോലത്തെ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ട് എൻ്റെ വീഡിയോ കാണുമ്പോൾ അതിനകത്തൊന്നും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യ സാധനങ്ങൾ, അതായത് എനിക്ക് കാണണ്ട, ഞാൻ കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ കണ്ടു. അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു ഗൈസ്.